കൊച്ചി JNL സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഫുട്ബോൾ ടീം കോച്ചിനെ തടഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി GCDA. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കൃത്യവിലോപമാണ് സംഭവങ്ങൾക്കിടയാക്കിയത്. KFAയുമായി തങ്ങൾക്ക് കരാറില്ല. വാടക 3 ലക്ഷം രൂപയും കരുതൽ ധനം 25 ലക്ഷം രൂപയും മുൻകൂറായി നൽകിയിരുന്നില്ലെന്നും GCDA. സിജോ വി ജോൺ അതിന് വിശദാംശങ്ങൾ നൽകും. സിജോ, വലിയ വിവാദമായൊരു സംഭവം. സിജോ വർഗീസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിജോ, അന്നത് വലിയ വിവാദമായിരുന്നു. ഇപ്പോഴാണ് GCയുടെ ഒരു വിശദീകരണം വരുന്നത്. GCD എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ, അതായത് 31-നാണ് ഈ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഇന്ത്യ ഹോങ്കോങ് മത്സരം നടക്കേണ്ടത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനും ഒപ്പം തന്നെ ടീം അംഗങ്ങളും മാധ്യമങ്ങളെ കാണാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതായത് GCDA ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ KFAയുമായി ഒരു കരാർ ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഉണ്ടാക്കിയിട്ടില്ല. കരാർ ഇല്ലാത്ത ഒരു കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. ഇത് KFAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു കൃത്യവിലോപമാണ് എന്നാണ് GCDA പറയുന്നത്. അതായത് 3 ലക്ഷം രൂപ വാടക, 25 ലക്ഷം രൂപ കരുതൽ ധനം ഇത് മുൻകൂറായി നൽകണമെന്നായിരുന്നു GCDയുടെ ആവശ്യം. ഇത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടികൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ KFAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് GCDA ചെയർമാൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം, ഒരു ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം നൽകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ളയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ KFA പ്രസിഡന്റ് നവസ് നീരാനുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം കേവലം സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ വൈകാതെ തന്നെ പരിഹരിക്കും. അത് പരിഹരിച്ച് ഇന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. 4 മണിക്കോ 5 മണിയോടുകൂടി KFA പ്രതിനിധികൾ മാധ്യമ സമ്മേളനം നടത്തുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്യും. ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഇത് സമാനമായൊരു സാഹചര്യം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടക്കുന്ന സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വാടക മുൻകൂറായി നൽകണമെന്നുള്ള ആവശ്യങ്ങൾ നേരത്തെയും അറിയിച്ചിരുന്നു. നൽകാത്തതിനെ തുടർന്ന് സമാനമായ സാഹചര്യം മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും GCDA പറയുന്നൊരു കാര്യം, സ്റ്റേഡിയം മികച്ച നിലവാരത്തിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതാണ്. വാടക ഇനത്തിൽ തന്നെ കൂടുതൽ പൈസ ഈടാക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കെ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവുകൾ നൽകിയിട്ടുണ്ട് പോലും ഇത്തരത്തിൽ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ അത് പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് KFA. അതാണ് ഇത്തരത്തിലൊരു വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. എന്തായാലും വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് KFA പറയുന്നു. ഈ പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പരിഹരിക്കും. ആ സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഈ എഗ്രിമെന്റ് GCDയുമായി ഇന്ന് തന്നെ വെക്കും എന്നും KFA അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.